നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഇന്ന് കറി വെച്ച് കാണിക്കാം കേട്ടോ. നല്ല കുറച്ച് സ്പൈസി ആയിട്ട് നല്ല പോലെ ഭയങ്കര ചാറായിട്ടല്ല, കുറച്ച് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി കറി വെച്ച് കാണിക്കാം. നല്ല ബീഫാണ് കിട്ടിയിട്ടുള്ളത്, നല്ല ചുമന്ന ഇറച്ചി. അപ്പൊ നമ്മളിനി അടുക്കളയിലോട്ട് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാവേ. നമ്മളിപ്പോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിക്ക് ആവശ്യമുള്ളത്. നമുക്ക് ചതച്ചെടുക്കാവേ. ഇപ്പൊ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ആദ്യം കുക്കറിലോട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇത് അടുപ്പത്ത് ഇങ്ങനെ വെന്ത് കിട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്കിപ്പോ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ കുക്കറിൽ. ഇതിന് ആവശ്യമുള്ള പൊടി എന്താന്ന് വെച്ചാല് ലേശം ഇറച്ചി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പൊ ജസ്റ്റ് വേവിക്കാനുള്ള മാത്രമാണല്ലോ. പിന്നെ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. ആവശ്യമുള്ള ഉപ്പ്, ശകലം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം, ഒരു മണത്തിനും അതിൻ്റെ ഇതൊക്കെ കയ്യിൽ പിടിക്കാൻ വേണ്ടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേ എല്ലാ കഷ്ണത്തിലോട്ടും ആ ഉപ്പും മസാല പിടിക്കുള്ളൂ. ഇതിനകത്ത് 2 കഷ്ണം എല്ലൊക്കെ ഇട്ടിട്ടുണ്ടേ. നമുക്കിവിടെ എല്ലിട്ട കറി ഭയങ്കര ഇഷ്ടമാണ്. എല്ലിട്ട കറിക്ക് ഒരു പ്രത്യേക രുചി കിട്ടും കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അതിന് വേവാൻ പാകത്തിനുള്ള വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ട് കാണിക്കാം. ഇപ്പൊ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്ന ഒരു 4-5 വിസിൽ വരട്ടെ. നല്ലപോലെ വെന്ത് കിട്ടണേ, അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരു 4-5 വിസിൽ വരട്ടെ കേട്ടോ. നമ്മളെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ എല്ലൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇറച്ചി വിട്ട് വന്നിട്ടുണ്ട് എല്ലിന്. അപ്പൊ നമുക്ക് ഇനി ഇത് മസാലയൊക്കെ ഇട്ട് വഴട്ടി നല്ല അടിപൊളി കറിയാക്കാം. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളെ ബീഫിൽ അത്യാവശ്യം കൊഴുപ്പുള്ളതും കൊണ്ട്, കൊഴുപ്പില്ലാത്ത ബീഫാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളതിന് അതൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ട് കിട്ടാൻ നമുക്കിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഇവിടെ 1 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അത്രയും തക്കാളി ഉള്ളിയൊക്കെ എടുത്തോളുക. ഏറ്റവും കൂടുതൽ ബീഫ് കറിക്കാവട്ടെ, ഞാൻ ഇതിനു മുന്നേ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇറച്ചിക്കറിക്ക് മെയിനായിട്ട് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ രുചി ഉണ്ടാവുക. ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് കൂടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇറച്ചിക്കറിയിൽ മല്ലിയില തോനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കും. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടട്ടെ. തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വഴണ്ട് ഉടഞ്ഞു കിട്ടണം തക്കാളി. നമ്മളെ തക്കാളി
നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടാൽ മതി. അതിൻ്റെ അതേ അളവ് മല്ലിപ്പൊടി കുറച്ച്, പിന്നെ ലേശം കുരുമുളക് പൊടി ക്രഷ് ആക്കിയത്, പിന്നെ കുറച്ച് ഗരം മസാല. ഇതിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മൾ പൊടികളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാത്ത രീതിയിൽ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇനി നമുക്ക് കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ശകലം ഇടുന്നുള്ളൂ കേട്ടോ. ഇതും കൂടി നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വരെയും നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഇത് പൊടി ഒന്ന് കരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലേശം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിന്റെ വെള്ളം തന്നെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കൂല. ശകലം മൂത്ത് വന്നതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആ പച്ചമണം മാറാണ്ട് അങ്ങനെ ഉണ്ടാവും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ആ മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഇങ്ങനെ തീയിൽ വെക്കുക. നമ്മളെ പൊടിയൊക്കെ നല്ലപോലെ ഇപ്പോൾ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിന്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള നമ്മൾ കുറച്ചല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഇപ്പൊ നോക്കിയായിരുന്നു, കുറച്ചും കൂടി ഉപ്പിന്റെ ആവശ്യമുണ്ട്. ഇനി കുറച്ച് നേരത്തെ മല്ലിയില കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. നമ്മളെ കറീന്റെ കളർ കണ്ടില്ലേ? ഇങ്ങനെ കളർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് കാശ്മീരി തന്നെ ഇടണം. കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മാത്രമേ നല്ല റെഡ് കളർ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എരിവ് കൂടുതലാവും, പക്ഷെ കളർ കിട്ടൂല. നമ്മളെ കറി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ അവൻ അവിടെ നിന്ന് തിളക്കട്ടെ. ആ കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും അതിന്റെ മണമൊക്കെ നല്ലപോലെ പിടിച്ചു വരട്ടെ. അപ്പൊ കറി നമുക്ക് അടച്ചു വെക്കാവേ. കറി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് തീയെ. ഇനി ഇത് നല്ലപോലെ അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റി വരട്ടെ. നമ്മൾ വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ, പക്ഷെ ബീഫിലെ വെള്ളം ഇറങ്ങി വന്നത് കൊണ്ട് ഇപ്പൊ ആവശ്യത്തിനല്ല, കുറച്ച് കൂടുതൽ വെള്ളം ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് കുറച്ച് ഇവിടെ ഗ്രേവിയാണ് ആവശ്യമുള്ളത്. കുറച്ചൊന്ന് ഇത് വറ്റി വരട്ടെ. അടച്ചു വെക്കാവേ. നമ്മുടെ ബീഫ് കറി ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അവൻ ഏകദേശം നല്ലപോലെ ഉപ്പും ഇതൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്, മുളകൊക്കെ. ഇനി നമുക്ക് ഇവനെ എടുത്തൊന്ന് കഴിച്ച് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടിപൊളി ബീഫ് കറി കൂട്ടിയിട്ട് ചോറിട്ട് കാണിച്ച് തരാവേ. നമ്മുടെ ബീഫ് കറി ഉണ്ടോ? ഇന്ന് ഉച്ചക്ക് ബീഫ് കറി ഉണ്ട്, പിന്നെ നല്ല ചീര ഉണ്ട്, ചീര ഉപ്പേരി ഉണ്ട്, പിന്നെ മാങ്ങ ഇട്ട് അരച്ച ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇന്ന് അടിപൊളി ഊണാണേ. നമുക്ക് കഴിക്കാം കേട്ടോ. നമുക്ക് ബീഫ് കുറച്ച് വാരി നമ്മളെ പ്ലേറ്റിലോട്ട് ഒഴിക്കാം. ഒരു എല്ലും കഷ്ണം എടുക്കാം. എനിക്ക് എല്ല് ഭയങ്കര ഇഷ്ടമാണ്. എല്ല് കണ്ടില്ലേ? എന്നിട്ട് ആദ്യം ഇത് കഴിക്കാം കേട്ടോ. ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ആട്ടോ. കൊഴുപ്പുള്ള ബീഫ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ബീഫിനെ വാങ്ങാൻ ശ്രമിക്കണം. നല്ല ടേസ്റ്റാ കറിക്ക്. സൂപ്പറാട്ടോ, അടിപൊളി ബീഫ് കറിയാണ്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി ഈ ചമ്മന്തിയും ചീരൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.